ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ മുളക് കറിയാണ്. അതിന് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. ഇതിനി ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വച്ചിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട്. ഇനി നന്നായി ചൂടായ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, ഇത്രയും പൊട്ടി കഴിയുമ്പോൾ കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇതും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിനകത്തേക്ക് 10 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് ചേർക്കാം. അത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിവിടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 10 ചെറുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വഴന്നു വരും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3/4 ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു 5 കുടംപുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ചുകൂടി വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ചെമ്മീനിലേക്ക് നമ്മൾ കുറച്ച് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി. ഇപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരണം. ഇതിലെ പുളിയെല്ലാം ഈ ഗ്രേവിയിലേക്ക് നന്നായിട്ട് ഇറങ്ങണം. അതിനുശേഷം മാത്രമേ നമ്മൾ പ്രോൺസ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇവിടെ നമ്മുടെ ചാറിനകത്ത് നല്ലോണം പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്